ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് എൻ്റെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ നേരത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് രേഷ്മ. ഞാൻ കാനഡയിൽ രജിസ്റ്റേർഡ് സോഷ്യൽ വർക്കറാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അഡൾട്ട് മെൻ്റൽ ഹെൽത്ത് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൗൺസിലറിൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ അറിയാലോ. പ്രശ്നങ്ങളെ കേൾക്കുക, അവരെ അതെങ്ങനെ മെൻ്റലി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുക, അവരെ അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പല അപ്രോച്ചസ് ഉണ്ടല്ലേ, അതിൽ പല സ്ട്രാറ്റജീസും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, അവരെ ഗൈഡ് ചെയ്യും. ഇതിലൂടെയാണ് അവർ ക്ലിയർ ചെയ്ത് വരുന്നത്. അപ്പോൾ റീസെൻ്റ്ലി വന്നൊരു കേസിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് തോന്നിയൊരു കാര്യമാണ്. എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ബൗണ്ടറി സെറ്റിംഗ് പറ്റുന്നില്ല, എനിക്ക് അതിനൊരു പ്രൊഫഷണൽ സപ്പോർട്ട് വേണം എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഇത് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളിലേക്ക് ഷെയർ ചെയ്യേണ്ട ഒന്നാണെന്ന്. ഡെയിലി നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ പലരും, ഈ ഒരു ബൗണ്ടറി സെറ്റിംഗ് റിലേറ്റഡ് ഇഷ്യൂ. ഓക്കെ, അതെന്താന്ന് പോലും ചിലപ്പോൾ റിയലൈസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മറ്റൊരാൾ കാരണം നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ആരുമായും ആവാം. നമ്മുടെ പാർട്ട്ണർ ആവാം, നമ്മുടെ സിബ്ലിംഗ് ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ റിലേറ്റീവ്സ് ആവാം, നമ്മുടെ ഇൻലോസ് ആവാം, കൊലീഗ്സ് ആവാം, ഹൂ അവർ. നമ്മൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ ഇവർ വല്ലാണ്ട് കയറി അങ്ങോട്ട് വരും അല്ലേ. നമ്മളൊരു ബൗണ്ടറി അങ്ങോട്ട് വരച്ചിട്ടിട്ട് അതിൽ അവരെവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. എന്തിനെ ബേസിലായിരിക്കും? അവർ നമ്മുടെ ലൈഫിനെ, ഇല്ലെങ്കിൽ അവരുടെ ആക്ഷൻ, അവരുടെ ബിഹേവിയർ എങ്ങനെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ബേസിലായിരിക്കും ആ ബൗണ്ടറിയിൽ അവരെവിടെ നിൽക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നത് അല്ലേ. എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ സ്ട്രെസ്സ് ഒരിക്കലും അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കരുത് അല്ലേ. ഞാനായിട്ട് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും സ്ട്രെസ്സോ സ്ട്രെയിനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. പക്ഷേ വേറൊരാൾ, നമ്മൾ ആഗ്രഹിക്കാത്ത ഒരാൾ അവരുടെ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ എൻ്റെ ഒരു ദിവസത്തെയോ എൻ്റെ ഒരു നേരത്തെയോ എൻ്റെ ജീവിതത്തെയോ എൻ്റെ മാനസിക അവസ്ഥയെയോ അത് ബാധിക്കുന്ന രീതിയിൽ അവർ പോകുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് നമ്മൾ വരച്ചിട്ട് കൊടുക്കേണ്ട ഒന്നാണ് ബൗണ്ടറി ലൈൻ. ഓക്കെ, എന്താണ് ഈ ബൗണ്ടറി സെറ്റിംഗ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്തു തരാം. ഇപ്പോൾ കുറച്ച് മിനിറ്റ് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. എൻ്റെ ക്ലയൻറ്റ് ഷെയർ ചെയ്തൊരു കാര്യം, എൻ്റെ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ പേരൻസ് തന്നെയാണ്. ഓക്കെ, എൻ്റെ പേരൻസിനെ കൊണ്ടാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണല്ലേ നമ്മുടെ പേരൻസ് എന്ന് പറയുന്നത്. പക്ഷേ ചിലർക്ക് ഇത് നേരെ തിരിച്ചാണ്. നമുക്ക് കുറച്ച് പേർക്കൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. പേരൻസ് എങ്ങനെ ശത്രുക്കളാവും, അല്ലെങ്കിൽ പേരൻസ് എങ്ങനെ ഇത്രയാവും? അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ കൂടിയിട്ടുള്ളതാണ് ഇത്. പേരൻസ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ ഏത് കാറ്റഗറിയിലുള്ള ആളുകളും ആയിരിക്കാം. ഓക്കെ, അവർക്ക് ആർക്കും നമ്മുടെ സ്വാതന്ത്ര്യത്തെയോ നമ്മുടെ സന്തോഷത്തെയോ കളയാനുള്ള യാതൊരു റൈറ്റും ഇല്ല. അപ്പോൾ അവിടെ നമ്മളാണ് മാറേണ്ടത്. അവർ പറയുന്നത് നമ്മൾ എത്രത്തോളം കേൾക്കണം, എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യണം, എത്രത്തോളം നമ്മൾ റിയാക്ട് ചെയ്യണം. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമുക്ക് തലയിലെടുത്ത് വെച്ച് സ്ട്രെസ്സും സ്ട്രെയിനൊന്നും അനുഭവിക്കാനുള്ള സമയമില്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സാധനം അല്ലേ. നമുക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനിടയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വലിച്ച് തലയിൽ കയറ്റി ജീവിക്കേണ്ട കാര്യമൊന്നുമല്ല, കാലഘട്ടമല്ല ഇത്. റിയാക്ട് ചെയ്യുക, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ പറയുന്നതും നിങ്ങളെന്നെ പ്രവർത്തിക്കുന്നതും എന്നെ ബാധിക്കേണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുറച്ച് നാൾ നമുക്കൊന്ന് നോക്കാം അല്ലേ, ട്രൈ ചെയ്യാം. മാറ്റങ്ങൾ വരുന്നുണ്ടോയെന്ന്. മാറ്റങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ നല്ല രീതിയിൽ വേറെ രീതിയിൽ പറയാം. എനിക്കിങ്ങനെ ഈ ഒരു രീതിയിലുള്ള പെരുമാറ്റമോ അല്ലെങ്കിൽ ബിഹേവിയറോ കണ്ടു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, പ്ലീസ് ലീവ് മീ അലോൺ അല്ലേ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒരു വിള്ളലൊക്കെ വരാം. അത് അവരാഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലേ. അപ്പോൾ ഇതിനകത്ത് എവിഡൻസ് ബേസ്ഡ് മെത്തേഡിൽ അപ്രോച്ചിൽ ഈ ബൗണ്ടറി സെറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. പക്ഷേ എന്താണ് ബൗണ്ടറി സെറ്റിംഗ് എന്നും ഈ ബൗണ്ടറി സെറ്റിങ്ങിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളതും ഇല്ലെങ്കിൽ ആർക്കാണ് ഈ ബൗണ്ടറി സെറ്റിംഗ് കൊണ്ടുവരേണ്ടതെന്നുള്ളതും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. താങ്ക് യു, ബൈ.